ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ്. റവ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാനിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഈ നെയ്യിനെ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പതാ നെയ്യ് നല്ല പോലെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. റവ ചേർത്ത് കൊടുക്കണ സമയത്ത് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നെയ്യിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ റവ ഞാൻ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് പാലാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ റവ നിങ്ങൾക്ക് വറുത്തതും വറുക്കാത്തതും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പാല് ചേർത്തതിനു ശേഷം പാലും റവയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്യുക. റവ കട്ടയൊന്നും പിടിക്കാതെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഇപ്പോഴൊക്കെ ഞാൻ തീ പറ്റ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റവ നല്ല പോലെ കുറുകി തിക്കായി കുക്കായിട്ട് ഇത് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ആവും. അതുവരേക്കും നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ടൈമൊന്നും എടുക്കൂല കേട്ടോ. ജസ്റ്റ് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റവ നല്ല പോലെ കുക്കായിട്ട് വരും. ഇതാ ഈ ഒരു സ്റ്റേജ് ആയി കിട്ടണം കേട്ടോ. ഇങ്ങനെ നല്ല പോലെ കുക്കായി പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ആ സ്റ്റേജ് ആവണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂട് പോവാനും വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഞാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. സിലിണ്ടറിക്കൽ ഷേപ്പിലാവുമ്പോ കാണാൻ ഒരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് മാവിനെ മുഴുവനും തയ്യാറാക്കി എടുക്കണം. ഞാനിപ്പോ ഇത്രയും എണ്ണമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ആദ്യം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ മുഴുവനും വറുത്തെടുക്കാന്. ഇനി ഇതിനെ ഒരു സൈഡ് തന്നെ വെച്ചോണ്ടിരിക്കാതെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇതാ ഈ ഒരു കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കണം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ ഒരു പാനിൽ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും 1 ഏലക്കയും കൂടെ ഇട്ടിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ഇപ്പൊ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഇളം ചൂടാകാനായിട്ട് മാറ്റി വെക്കുക. ഇളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് ഇതിന്റെ അകത്ത് ഷുഗർ സിറപ്പ് നല്ല പോലെ പിടിച്ചു കിട്ടാനും മധുരമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനും വേണ്ടിയിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഇതിന്റെ അകത്ത് പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെ എടുത്ത് സെർവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാനും വേണ്ടിയിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരു 3 എണ്ണം ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്.
അപ്പോ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ ട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റ് ആണ്. മധുരം ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ മടിക്കാതെ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.